മലങ്കര ഓർത്തഡോക്സ് സഭാ ചരിത്രത്തിൽ അതിപ്രഗത്ഭരായ മെത്രാപ്പോലിത്തമാർ ശുശ്രൂഷിച്ച പാരമ്പര്യമാണ് തുമ്പമൺ ഭദ്രാസനത്തിനുള്ളത്. തുമ്പമൺ ഭദ്രാസനത്തിന്റെ സഹായ മെത്രാപ്പോലിത്തയായിട്ടാണ് യൗസേബിയോസ് തിരുമേനി തന്റെ മഹാപുരോഹിത ശുശ്രൂഷ ഭാരമേറ്റത്. ദാനിയേൽ മാർ പീലക്സിനോസ് തിരുമേനി പ്രായാധിക്യം നിമിത്തം ക്ഷീണാവസ്ഥയിൽ കഴിയുന്ന കാലമാണ്. 5 വർഷക്കാലം സഹായ മെത്രാപ്പോലിത്തയായിരുന്നു യൗസേബിയോസ് തിരുമേനി. ആ കാലത്തെക്കുറിച്ച് അത്ര സന്തോഷകരമായ ഓർമ്മകളല്ല തിരുമേനി പങ്കുവച്ചിട്ടുള്ളത്. തന്റെ ബോധ്യങ്ങളെ ഉയർത്തിപ്പിടിക്കുകയും അതിനുവേണ്ടി കലഹിക്കുകയും ചെയ്യാൻ അദ്ദേഹത്തിന് മടിയില്ലായിരുന്നു. ഈ വിചാരങ്ങളിലൊന്നും അദ്ദേഹം സ്വാർത്ഥത കലർത്തിയിരുന്നുവെന്ന് തോന്നുന്നില്ല. വ്യക്തിപരമായ സ്വത്താർച്ചനവും ആഡംബര ഭ്രമവും ഒന്നുമില്ലായിരുന്നു. സഭയെക്കുറിച്ചും വ്യക്തിപരമായ ജീവിത വിശുദ്ധിയെക്കുറിച്ചുമുള്ള സുവ്യക്തമായ തന്റെ ധാരണകളിൽ അണുവിട വ്യതിചലിക്കാതെ അവസാനം വരെ നിന്നുവെന്നുള്ളത് ഈ ജീവിതം നോക്കിക്കണ്ട ആർക്കും പറയാൻ പറ്റും. ചിലപ്പോഴൊക്കെ കാലത്തിന് ചേരാത്ത പിടിവാശികൾ കാണിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഷോയൊന്നുമില്ലാത്ത ഒരു ജീവിതമായിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് അനുകരിക്കാൻ ആഗ്രഹം തോന്നുന്ന ജീവിതമായി മാർ യൗസേബിയോസ് തിരുമേനി ഓർമ്മകളിൽ നിറയുന്നുണ്ട്. അതാണ് കാലത്തെ അതിജീവിക്കുന്ന ഈ ജീവിതത്തിന്റെ ചരിത്രം. ബാല്യം മുതൽ അങ്ങനെ തന്നെയായിരുന്നു. യൗവനത്തിൽ സഭയോടും ദൈവത്തോടുമുള്ള തീഷ്ണത കൂടിയത് മാത്രം. റെയിൽവേ ജോലിയിൽ പ്രവേശിച്ചിട്ടും സഭയുടെ മിഷൻ പ്രവർത്തനങ്ങളിലും വിദ്യാർത്ഥി പ്രസ്ഥാനം, തടാകം, ആശ്രമം എന്നിവയിലൊക്കെ സജീവമായി നിലനിന്ന ഫിലിപ്പോസിനെ ഒടുവിൽ ദൈവാത്മാവ് സഭയുടെ മെത്രാപ്പോലിത്ത സ്ഥാനത്തെത്തിച്ചു. ഇരുന്ന് തുരുമ്പിക്കുന്നതിലും നല്ലത് എരിഞ്ഞു തീരുന്നതാണ് ഉത്തമമെന്ന് വിശ്വസിച്ചിരുന്ന തിരുമേനി ഉത്സാഹമുള്ള പ്രകൃതത്തിന് ഉടമയായിരുന്നു. പരുക്കനെന്ന് തോന്നുമെങ്കിലും ചില സമയങ്ങളിൽ പൊട്ടിച്ചിരിക്കുകയും സ്നേഹവാത്സല്യങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. 25 വർഷങ്ങൾ പൂർത്തിയാകുന്ന പ്രകാശധാര സ്കൂൾ തിരുമേനിയുടെ ഹൃദയാഭിലാഷത്തിന്റെ സാക്ഷാത്കാരം കൂടിയാണ്. പത്തനംതിട്ടയിൽ KSRTC ബസ് സ്റ്റാൻഡിനടുത്ത് വാങ്ങിയ സ്ഥലത്ത് ഒരു മൾട്ടിപർപ്പസ് ബിൽഡിംഗ് പണിയാൻ ഭദ്രാസനം തീരുമാനിച്ചു. എന്നാൽ ഒരു വ്യാപാര സമുച്ചയത്തോട് തിരുമേനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ തിരുമേനിയുടെ ചിന്തയ്ക്ക് ചേർന്ന് പോകാൻ ആ കെട്ടിടത്തിൽ ഭിന്നശേഷിക്കാരുടെ പരിശീലന കേന്ദ്രം, സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലന കേന്ദ്രം, യുവാക്കൾക്കും കുട്ടികൾക്കും പരീക്ഷാ പരിശീലന കേന്ദ്രം, കൗൺസിലിംഗ് സെന്റർ തുടങ്ങിയവയൊക്കെ പദ്ധതിയുടെ ഭാഗമായി എഴുതി ചേർക്കപ്പെട്ടത്. ഈ ഒരു ആശയമാണ് പിൽക്കാലത്ത് പ്രകാശധാര എന്ന സ്ഥാപനത്തിന്റെ ആരംഭത്തിന് പ്രചോദനമായത്. തുടർന്ന് നിരവധി പ്രസ്ഥാനങ്ങൾ ഇതേ മാതൃകയിൽ ഭദ്രാസനത്തിൽ ഉണ്ടായിട്ടുണ്ട്. തനിക്ക് കിട്ടിയിരുന്ന കൈമുത്തുകളിൽ നിന്നാണ് വിവാഹ സഹായം, വിദ്യാഭ്യാസ സഹായം, ഭവന നിർമ്മാണത്തിനുള്ള സഹായം, രോഗികൾക്കുള്ള സഹായം, കൂടാതെ തിരുമേനി പ്രതിനിധാനം ചെയ്യുന്ന എല്ലാ പ്രസ്ഥാനങ്ങൾക്കുമുള്ള സഹായവും നൽകിയിരുന്നത്. ലഭിക്കുന്ന പണത്തിന് കൃത്യമായി ഓരോ പദ്ധതിയുടെയും രസീത് എഴുതി പിന്നീട് കാണുമ്പോൾ കൃത്യമായി ഓർത്ത് രസീത് നൽകുമായിരുന്നു. തന്റെ ജന്മദിനം ആചരിക്കുന്നത് തിരുമേനിക്ക് വലിയ സന്തോഷമാണ്. അതിന് കാരണമായി അദ്ദേഹം പറഞ്ഞിരുന്നത് ആ ദിവസം ധാരാളം സ്നേഹിതർ അദ്ദേഹത്തിന് പാരിതോഷികമായി പണം നൽകുമെന്നാണ്. അതൊക്കെയും തന്റെ പ്രവർത്തനങ്ങൾക്ക് സഹായകരമാകുമെന്നതായിരുന്നു. കൃത്യമായി എല്ലാ സാമ്പത്തിക വിവരങ്ങളും ഉത്തരവാദിത്തപ്പെട്ടവരെ ബോധ്യപ്പെടുത്തിയാണ് അദ്ദേഹം ലോകത്ത് നിന്ന് കടന്നുപോയത്. സഭയുടെ ഒരു മെത്രാപ്പോലിത്ത എന്ന നിലയിൽ തനിക്ക് കിട്ടുന്ന കൈമുത്തുകൾ വ്യക്തിപരമായ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. വസ്ത്രത്തിനല്ല പ്രാധാന്യം, വ്യക്തിത്വത്തിനാണ് എന്ന് അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു. ഒരിക്കൽ യൗസേബിയോസ് തിരുമേനി അഹമ്മദാബാദ് പള്ളിയിലെ പെരുന്നാളിൽ സംബന്ധിക്കുവാൻ പോയി. പള്ളിയിലെ താമസ സൗകര്യം പരിമിതമായതുകൊണ്ട് തിരുമേനിക്ക് വിശ്രമിക്കുവാനായി നഗരത്തിലെ ഒരു ഹോട്ടലിൽ എല്ലാ സജ്ജീകരണങ്ങളും അവർ മുൻകൂട്ടി ഒരുക്കി. ഹോട്ടലിലെ താമസത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ തിരുമേനി പള്ളി ഭാരവാഹികളെ അരികിലേക്ക് വിളിച്ചു സ്നേഹപൂർവ്വം അവരോട് പറഞ്ഞു, എനിക്ക് താമസിക്കാൻ വലിയ സൗകര്യങ്ങളൊന്നും വേണ്ട. പള്ളിയിലുള്ള ഈ ചെറിയ സൗകര്യങ്ങൾ എനിക്ക് ധാരാളമാണ്. ഞാൻ ഇവിടെ തന്നെ താമസിക്കാം. ആ ഹോട്ടലിൽ നൽകാൻ മാറ്റിവെച്ചിരിക്കുന്ന തുക എനിക്ക് നൽകുകയാണെങ്കിൽ അത് പ്രകാശധാരയിലെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾക്കായി നമുക്ക് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. സ്വന്തം സുഖസൗകര്യങ്ങൾ വേണ്ടെന്ന് വെച്ച് ആ തുക ശൈശവ ദിശയിലായിരിക്കുന്ന സ്കൂളിന്റെ ആവശ്യത്തിന് ഉപയോഗിക്കാമെന്നുള്ള തിരുമേനിയുടെ വാക്കുകൾ കേട്ട് പള്ളി ഭാരവാഹികൾക്ക് സന്തോഷമായി. പ്രൗഢിയേറിയ ഹോട്ടൽ മുറിയേക്കാൾ ആ പള്ളിയിലെ ചെറിയ മുറിയിൽ തന്റെ ആത്മീയ സന്തോഷം അദ്ദേഹം കണ്ടെത്തി. വളരെ സന്തോഷത്തോടെ പള്ളിയിൽ തന്നെ താമസിച്ച് അദ്ദേഹം പെരുന്നാൾ ശുശ്രൂഷകൾ പൂർത്തിയാക്കി തിരിച്ചു പോകുമ്പോൾ പള്ളിക്കാർ സ്നേഹത്തോടെ ഹോട്ടലിൽ നൽകുവാൻ കരുതിയിരുന്ന തുക അദ്ദേഹത്തിന് കൈമാറി. ആ തുക പ്രകാശധാരയിലെ കുഞ്ഞുങ്ങളുടെ പുഞ്ചിരിക്കായി അദ്ദേഹം നീക്കിവെച്ചു.
വ്യക്തിപരമായ ആഡംബരങ്ങളിലോ സുഖങ്ങളിലോ ഒരു താല്പര്യവുമില്ലാത്ത ദരിദ്രന്റെയും അശരണന്റെയും വേദന സ്വന്തം വേദനയായി കണ്ട ഒരു വലിയ പിതാവിന്റെ ജീവിത സാക്ഷ്യമായി ഈ സംഭവത്തെ ഓർക്കാം.